അയാളെ കാണാനും അയാളെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ആത്മനിർവൃതി അണയാനും വേണ്ടിയിട്ടാണ് പല ആളുകളും അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നത്. അങ്ങനെ എത്തിയ സമയത്തുണ്ടായത് എന്താണ്? ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഈ ആൾക്കൂട്ട ദുരന്തം എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ദുരന്തം. 30-ന് മുകളിൽ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അതിപ്പോഴും അതിന്റെ കൗണ്ടിങ്ങിന് എടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയപ്പെടുന്നത്, അല്ലെ പറയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായതിൽ വിജയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള വീഴ്ച എന്താണ്? വിജയ് ഈ പറയുന്ന രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങേണ്ട ആവശ്യകത ഉണ്ടായിരുന്നോ? ഇതൊക്കെയാണ് ഞാൻ മുന്നിലേക്ക് ചോദിക്കാനായിട്ടല്ല, അതിനെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ വന്നിരിക്കുന്നത്. പല ആളുകളും വിജയെ കുറ്റം പറഞ്ഞുകൊണ്ടും സ്റ്റാലിൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറ്റം പറഞ്ഞുകൊണ്ടൊക്കെ മുന്നിലേക്ക് വരുന്നുണ്ട്. ഇതിൽ എനിക്ക് എടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിജയും സ്റ്റാലിനും എന്ന് പറയുന്ന രണ്ടുപേരും രണ്ട് പാർട്ടികൾ, രണ്ട് ധ്രുവങ്ങളാണ്. അപ്പോൾ ഈ രണ്ടുപേരും നമ്മുടെ ഇവിടുത്തെ ഇടതുപക്ഷം വലതുപക്ഷം എന്ന് പറയുന്ന പോലെ തന്നെയാണ്. രണ്ടുപേരും രണ്ട് പാർട്ടികളിലാണ്, അല്ലെങ്കിൽ രണ്ട് രീതിയിൽ മത്സരിക്കുന്നവരാണ്. അപ്പോൾ ഈ വിജയ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്നലെ വന്ന്, അതായത് 2024 ഒരു പാർട്ടി രൂപീകൃതമാക്കുകയും അതിനുശേഷം അയാൾ ആക്റ്റീവായിട്ട് സിനിമയിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് മാറുകയാണെന്നുള്ള ഒരു അനൗൺസ്മെന്റ്